ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS മെയിൻ എക്സാം എഴുതുന്നൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു ക്ലാസ് മുഴുവനായി തന്നെ കേൾക്കുക. ഉറപ്പായും ഈ ഒരു ക്ലാസ്സിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടാവും. നമുക്ക് ആരംഭിക്കാം. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? USA. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് USA-യിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3, അതായത് പാർട്ട് 3. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാർട്ട് ഭാഗം 3 ആണ്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഈ ഭരണഘടനാ വകുപ്പ്, ആർട്ടിക്കിൾ, അനുച്ഛേദം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആർട്ടിക്കിളിന് തന്നെയാണ് ഭരണഘടനാ വകുപ്പെന്നും അനുച്ഛേദമെന്നും പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 7 ആയിരുന്നു. എന്നാൽ നിലവിൽ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. ഭരണഘടനയുടെ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത അവകാശം ഏതാണ്? സ്വത്തവകാശം. സ്വത്തവകാശത്തെയാണ് മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്? 44ാമത്തെ ഭേദഗതി. 1978-ലെ 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 300A-യിലാണ്. നിലവിൽ ആർട്ടിക്കിൾ 300A-യിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പാസാക്കിയ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പാസാക്കിയ ഏക ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പത്രമാധ്യമങ്ങൾ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് അല്ലെങ്കിൽ അനുച്ഛേദം ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 പ്രകാരം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിന് മാത്രമാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ രാഷ്ട്രപതി മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 359 പ്രകാരം. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ രാഷ്ട്രപതി മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 359 പ്രകാരമാണ്.
നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് വ്യവസ്ഥ? 24 മണിക്കൂറിനുള്ളിൽ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകണം എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 22-ലാണ്. കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 22-ആണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലനാണ്. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 24-ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002-ലെ 86-ാം ഭേദഗതി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 2002-ലെ 86-ാം ഭേദഗതിയാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A-യുടെ ചുവട് പിടിച്ച് പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം ആർട്ടിക്കിൾ 21A-യുടെ ചുവട് പിടിച്ച് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2009 ഓഗസ്റ്റ് 26-ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ്? 2010 ഏപ്രിൽ 1-ന്. നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസാക്കിയത് 2019 ജനുവരി 3-നുമാണ്. വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസാക്കിയത് 2019 ജനുവരി 3-നാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12-ആണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? റെഗ് മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ് മാർക്ക്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 25-ആണ്. ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമൊക്കെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 25-ആണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29-ലും ആർട്ടിക്കിൾ 30-ലുമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 29-ലും ആർട്ടിക്കിൾ 30-ലുമാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32-ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32-ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32-ആണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ഭരണഘടനാ വകുപ്പിനെയാണ്? ആർട്ടിക്കിൾ 32-നെയാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ആർട്ടിക്കിൾ 32-ആണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്ന പേരെന്താണ്? റിട്ട് എന്ന പേരിലാണ്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. ഈ റിട്ട് എന്ന പദം ഏത് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ലാറ്റിൻ ഭാഷ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നുമാണ്? ബ്രിട്ടൻ.
റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശമുള്ള കോടതികൾ ഏതെല്ലാമാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതികളും. റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ആർട്ടിക്കിൾ 32 പ്രകാരം. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ആർട്ടിക്കിൾ 226 പ്രകാരം. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്? ആർട്ടിക്കിൾ 226 പ്രകാരം. റിട്ടുകൾ എത്ര വിധമാണുള്ളത്? 5 തരം റിട്ടുകളാണ് നമുക്കറിയാവുന്നത്. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെർഷ്യോററി എന്നിവയാണ് 5 റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, കോ വാറണ്ടോ, സെർഷ്യോററി എന്നിവയാണ് 5 റിട്ടുകൾ. നിയമവിധേയമല്ലാതെ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? മാഗ്ന കാർട്ടയിൽ. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? മൻഡാമസ്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട് മൻഡാമസ് ആണ്. എന്ത് അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? കോ വാറണ്ടോ. എന്ത് അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ട് കോ വാറണ്ടോയാണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ട് ഏതാണ്? കോ വാറണ്ടോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറണ്ടോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? കോ വാറണ്ടോയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് കോ വാറണ്ടോയാണ്. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുന്നതിന് തടയുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? പ്രൊഹിബിഷൻ. വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് പ്രൊഹിബിഷനാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? സെർഷ്യോററിയാണ്. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് സെർഷ്യോററിയാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 4. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനുച്ഛേദങ്ങളാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളുകളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സപ്രൂ കമ്മിറ്റി. സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 40 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്.
മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 47. മദ്യനിരോധനം നടപ്പിലാക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 47 സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 48. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 48. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭേദഗതിയാണ്? 42ാമത്തെ ഭേദഗതി. 1976 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണ്? 1976 42ാമത്തെ ഭേദഗതി. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഭാഗം 4A. പാർട്ട് 4ൽ A ആയിട്ടാണ് ഭരണഘടനയിൽ ഈ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 51A. ഇവിടെ A വന്നത് കൂട്ടിച്ചേർത്തത് കൊണ്ടാണ്, പിന്നീടല്ലേ കൂട്ടിച്ചേർക്കുന്നത്, അതുകൊണ്ടാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? റഷ്യ അഥവാ USSR. ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10. 1976 47ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എത്ര മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 10. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലിക കടമകളാണുള്ളത്? 11. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 11 മൗലിക കടമകളാണ് ഉള്ളത്. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 2002 86ാമത് ഭേദഗതി. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 2002 86ാമത് ഭേദഗതിയിലൂടെയാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 326. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1989 61ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചത് 1989 61ാം ഭേദഗതിയിലൂടെയാണ്. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു. രാജീവ് ഗാന്ധിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18ആയി കുറച്ചത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനം എന്നാണ്? നവംബർ 25. സ്ത്രീകൾക്കെതിരായുള്ള അക്രമ നിർമ്മാർജ്ജന ദിനം നവംബർ 25. അന്തർദേശീയ വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. അന്തർദേശീയ വനിതാ ദിനം മാർച്ച് 8. സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയെന്നാണ്? 1961 മെയ് 20. സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 1961 മെയ്
20-നാണ്. സ്ത്രീധന നിരോധന നിയമം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ, അതായത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള ഇതിന് കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ 7 വർഷം തടവാണ്. കൂടിയ ശിക്ഷ ജീവപര്യന്തവുമാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ചിലപ്പോൾ ചോദിക്കാം. അത് 304B ആണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 304B ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? 2005. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005 ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിരുന്നു. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കളെന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. സ്ത്രീ ശാക്തീകരണ വർഷമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2001. സ്ത്രീ ശാക്തീകരണ വർഷമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരായിരുന്നു? അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്കാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം നിർഭയ ഭവനാണ്. ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? രാഷ്ട്രമഹിള എന്നാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ P. സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? P. സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? സ്ത്രീ ശക്തി എന്നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് സ്ത്രീ ശക്തി എന്നാണ്. ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. അന്തർദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. അന്തർദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. എന്തുകൊണ്ടാണ് ഡിസംബർ 10 അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഡിസംബർ 10 അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1948 ഡിസംബർ 10. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായ ഏക മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതും ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഇവരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളതുമൊക്കെ രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീതിപിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീതിപിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് S മണികുമാർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് S മണികുമാറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണുള്ളത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15-നാണ്. വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12-ന്. അപ്പോൾ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15-നും വിവരാവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2005 ഒക്ടോബർ 12-നുമാണ്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 1997-ലാണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്നത്. ഈ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യത്തെ രാജ്യം ഏതാണെന്നറിയാമോ? സ്വീഡനാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യ രാജ്യം സ്വീഡനാണ്. വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അനുച്ഛേദം 19(1)(a). വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഭരണഘടനാ വകുപ്പ് ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 19(1)(a) ആണ്. വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് കാരണമായ സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുന്നതിന് കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ്. അതുപോലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നൊരു നിയമം ഇന്ത്യയിലുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. ഈ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ്? ഷാഹിദ് റാസ ബർണയി. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബർണയി ആണ്. വിവരാവകാശ അപേക്ഷയിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം എത്രയാണ്? 10 രൂപ. വിവരാവകാശ അപേക്ഷയിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീ സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച് മറുപടി ലഭിക്കേണ്ടത് അതിൻ്റെ കാലയളവ് എത്രയാണ്? അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിനുള്ളിലാണ് മറുപടി ലഭിക്കേണ്ടത്.
എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതിന് മാറ്റമുണ്ട്. ഈ അപേക്ഷകൻ്റെ സ്വത്തിനും ജീവനുമൊക്കെ ഭീഷണിയുള്ള കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ഈ ഓഫീസർ ബാധ്യസ്ഥനാണ്. അതുപോലെ ഈ വിവരാവകാശ നിയമപ്രകാരം കൃത്യമായി ശരിയായ വിവരം നൽകിയില്ലെങ്കിൽ ആ ഓഫീസർക്കൊരു ശിക്ഷയുണ്ട്. അതായത് ഒരു ദിവസത്തേക്ക് 250 രൂപ വീതം പിഴയുണ്ട്. അങ്ങനെ ഈടാക്കാവുന്ന പരമാവധി പിഴത്തുക എന്ന് പറയുന്നത് 25,000 രൂപയുമാണ്. മറ്റൊരു പ്രധാന നിയമമാണ് സേവനാവകാശ നിയമം. ഈ സേവനാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. സേവനാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന എന്നാണ്? 2012 നവംബർ 1-നാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം അറിയപ്പെടുന്നത് സേവനാവകാശ നിയമം 2012 എന്നാണ്. നമ്മൾ വിവരാവകാശ നിയമം 2005 എന്ന് പറയുന്ന പോലെ ഈ നിയമം അറിയപ്പെടുന്നതും സേവനാവകാശ നിയമം 2012 എന്നാണ്. ഈ സേവനാവകാശ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കാർ ഓഫീസുകളിൽ നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ അത് കൃത്യമായും ഉറപ്പായും നമുക്ക് ലഭിക്കണം, അതിനുവേണ്ടി അവസരമൊരുക്കുന്നൊരു നിയമമാണ് സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ്. ന്യൂഡൽഹിയിലെ CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19-നാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയുമൊക്കെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയുമൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇവരെ നീക്കം ചെയ്യുന്നതും ഗവർണർ തന്നെയാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അത് തന്നെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ആരാണ്? വിശ്വാസ് മെഹ്തയാണ്. കേരളത്തിലെ നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മെഹ്തയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.